കഴിഞ്ഞിട്ട് എന്താ പരിപാടി? എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഇപ്പം നിനക്കുള്ളൂ. നമുക്കിടെ കൂടെ ചെയ്ത ആദ്യത്തെ പടം പുള്ളിക്കാരൻ സ്റ്റാറാ. കാതൽ, ജൂൺ, കക്ഷി അമ്മിണിപ്പിള്ള, ഭീമന്റെ വഴി, കൊള്ള. 4-ാം മുറയിൽ ഞാൻ ഗുരു സോമസുന്ദരത്തിന്റെ അമ്മയായിട്ടായിരുന്നു. ഇപ്പോൾ ഗാനഗന്ധർവൻ. ഇപ്പൊ ന്യൂജൻ അമ്മവേഷങ്ങൾ ചെയ്ത് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഷൈനി സാറ ചേച്ചിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ചേച്ചി അഭിനേത്രി മാത്രമല്ല, ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും കൂടിയാണ്. ആദ്യമായിട്ടൊരു സിനിമ സംവിധാനം ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ലീഡ് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെയാണ് കാസ്റ്റ് ചെയ്യുക? നടി, നടൻ? അയ്യോ, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യനാണ്. ഞാൻ എൻ്റെ ഭയങ്കര വൈൽഡ് ഡ്രീമാണ് ഞാൻ പറയണത്. എനിക്ക് മമ്മൂക്കനെ വെച്ചിട്ടൊരു സിനിമ ചെയ്യണം. ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒന്നാമത്തെ കാര്യം, മമ്മൂക്ക ഇപ്പോൾ നടത്തുന്ന ചോയ്സുകളുണ്ടല്ലോ, പ്രത്യേകിച്ച് പുതുമുഖ സംവിധായകർക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആളാണ്. അവരെ ശ്രദ്ധിക്കുന്ന, അവരെ കേൾക്കുന്ന ഒരു അദ്ദേഹമാണ്. പിന്നെ റിസൾട്ട് അതുപോലെ ഭയങ്കര നല്ല റിസൾട്ടാണ് തരുന്നത് മമ്മൂക്ക. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഞാനൊരു പടം സംവിധാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മമ്മൂക്കയായിരിക്കണം അതിൻ്റെ ലീഡെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത്രേ പറയാൻ പറ്റുള്ളൂ. നടിയായിട്ട് ആരെ കാസ്റ്റ് ചെയ്യാം? നടിയായിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അത് പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഏതൊക്കെയാണ് പുതിയ സിനിമ? കാതലിന്റെ കോറ് കഴിഞ്ഞതിന് ശേഷം ചേച്ചി ഒരു മിസ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട് ഞങ്ങൾക്ക്. ആണോ? ശരിക്കും ഉണ്ടത്. ഇപ്പം ചേച്ചി ഞാൻ വിളിച്ചപ്പോൾ തന്നെ വേറെ എന്തോ വർക്കിന് പോയി എന്നാണ് പറഞ്ഞത്. എന്താണ് മലയാള സിനിമയിലേക്ക് ഇപ്പം കാണാൻ കിട്ടാത്ത പോലെ ഉണ്ട് ഞങ്ങൾക്ക്? കാതലിന് ശേഷം റിലീസായ ഒരു പടം ശ്രീകുമാർ സംവിധാനം ചെയ്ത മനസാ വാച എന്നുള്ളതായിരുന്നു. പിന്നെ അതിനുശേഷം ടോം സൂരജ് എന്ന് പറഞ്ഞ ഡയറക്ടർ വിശേഷം എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഉടനെ തന്നെ റിലീസാവും. അധികം താമസം ഉണ്ടാവില്ല, മിക്കവാറും അടുത്ത മാസം റിലീസാവും. പിന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞത് റിവോൾവർ റിംഗോ എന്ന് പറഞ്ഞിട്ട് കിരൺ നാരായണൻ എന്ന് പറഞ്ഞ ഡയറക്ടർ ചെയ്തതാണ്. കിരണും ഞാനും ഒരുമിച്ച് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സായിട്ട് ദ ട്രെയിൻ എന്ന് പറഞ്ഞ മൂവിയിൽ ജയരാജ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സഹപാഠിയുടെ പടത്തിൽ ആണ് ലാസ്റ്റ് അഭിനയിച്ചിട്ടിരിക്കുന്നത്. എപ്പോഴാണ് ചേച്ചിക്ക് എൻ്റെ ജീവിതം എന്ന് തോന്നിയ നിമിഷം? സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുപ്പം മുതലേ എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതലേ ഞാൻ സിനിമകൾ കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. കാരണം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തിയേറ്ററായിരുന്നു. അപ്പോൾ വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തൊട്ടേ സിനിമാ തിയേറ്ററിലാണ് ലൈഫിൻ്റെ ഭൂരിഭാഗവും. ആ ഒരു ഇഷ്ടം ഞാൻ വളരുന്നതിനോടൊപ്പം തന്നെ അങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു. മുണ്ടക്കയം സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പം മിക്കവാറും എല്ലാ വെള്ളിയാഴ്ചയും അച്ഛൻ്റെ ഒരു അമ്മായി ഉണ്ട്. പുള്ളിക്കാരിയും എന്നെപ്പോലെ ഭയങ്കര സിനിമാ പ്രേമിയായിരുന്നു. അപ്പോൾ അമ്മായിയുടെ കൂടെ എല്ലാ വെള്ളിയാഴ്ചകളിലും സിനിമകൾ മാറി മാറി വരുന്ന പടങ്ങൾ കാണാൻ പോകുമായിരുന്നു. അങ്ങനെ സിനിമയോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നതാണ്. പിന്നെ സിനിമ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുത്തത് ഞാൻ LLB ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, സുനിൽ എന്ന് പറഞ്ഞിട്ട്. പുള്ളിയാണ് എനിക്ക് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഗൗരവമായിട്ട് സിനിമയെ കാണാനും ഈ മലയാള സിനിമകളല്ലാതെ പുറത്ത് വേറെയും സിനിമകളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി തന്നതും അത് കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തന്നതും പുള്ളിയാണ്. ഫിലിം ഫെസ്റ്റിവലുകളെ കുറിച്ചൊക്കെ സുനിലാണ് എന്നോട് ആദ്യമായിട്ട് പറയുന്നത്. അങ്ങനെ ഞാൻ ഫിലിം ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവലിൽ വെച്ചിട്ടാണ് ജയരാജ് സാറിനെ കണ്ടുമുട്ടുന്നതും. പക്ഷേ അപ്പം ഞാൻ സാറിനോട് എന്നെ അസിസ്റ്റൻ്റ് ആക്കാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അഭിനയിക്കാൻ ചോദിച്ചില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്കറിയില്ല. എനിക്ക് ചെറുപ്പം മുതലേ അഭിനയിക്കാൻ തന്നെയായിരുന്നു ഇഷ്ടം. ഞാൻ കോളേജ് ഡ്രാമകൾ, മോണോ ആക്ട്, മൈം, അങ്ങനത്തെ സ്റ്റേജ് പെർഫോമൻസസ് ഒക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ സത്യത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് അഭിനയമായിരുന്നു ഇഷ്ടം. പക്ഷേ വീട്ടിൽ നിന്നൊക്കെ ഞാൻ അഭിനയിക്കാനാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. സിനിമാ ലോകം വളരെ മോശമാണ്, അങ്ങനത്തെ ഒരു കാലഘട്ടം ആയതുകൊണ്ട് അതൊരു ഭയങ്കര എൻ്റെ മനസ്സിൽ ഇതെന്തോ വലിയ പ്രശ്നമാണെന്ന് അടിച്ചമർത്തി എൻ്റെ ആ സിനിമ അഭിനയ മോഹത്തെ. പക്ഷേ സിനിമയോടുള്ള പാഷൻ അപ്പോഴും എനിക്ക് വളർന്നുകൊണ്ടിരുന്നതുകൊണ്ട് എന്നാൽ ശരി അസിസ്റ്റൻ്റായി നോക്കാം, അപ്പോഴും സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കാമല്ലോ, അങ്ങനെ വിചാരിച്ചു. അങ്ങനെയാണ് ജയരാജ് സാറിൻ്റെ അടുത്ത് അവസരം ചോദിക്കുന്നതും സാറ് എന്നെ ഓക്കെ പറയണതും. അങ്ങനെയാണ് സ്നേഹം കളിയാട്ടം എന്ന് പറഞ്ഞ 98-ൽ ആ പടങ്ങൾ പോസ്റ്റ് പ്രൊഡക്ഷന് വേണ്ടി സാർ എന്നെ വിളിക്കുകയും ഞാനത് അറ്റൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ വിവാഹത്തിന് ശേഷം ഒരു 10 വർഷത്തെ ഗ്യാപ്പ് വന്നുപോയി. പിന്നെ 2011-ലാണ് ദ ട്രെയിൻ എന്ന് പറഞ്ഞൊരു വർക്ക് നടക്കുമ്പോഴാണ് ഞാൻ സാറിൻ്റെ കൂടെ വീണ്ടും ജോയിൻ ചെയ്യുന്നത്. പിന്നെ നായിക, വീരം, പകർനാട്ടം, അങ്ങനെ കുറച്ച് സിനിമകളുടെ ഭാഗമാവാൻ കഴിഞ്ഞു. സാറല്ലാണ്ട് വേറെ രാജേഷ് കെ എബ്രഹാം എന്ന് പറഞ്ഞൊരു ഡയറക്ടർ സംവിധാനം ചെയ്ത
6 സുന്ദരികളുടെ കഥ. അതിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. പക്ഷെ സത്യത്തിൽ ഞാൻ അതിലാണ് ആദ്യം അഭിനയിച്ചത്. അതിൽ നമ്മൾ ഒരു നടിയെ ഫിക്സ് ചെയ്തിരുന്നു. അവർക്ക് വരാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് വന്നപ്പോൾ ഒരു സീനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന മേലില രാജശേഖർ എന്ന് പറഞ്ഞ സാർ എന്നോട് ചോദിച്ചു, ഷൈനിക്കത് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ ഉള്ളിലത്തെ അഭിനയമോഹി വീണ്ടും ഉണർന്നു. പിന്നെന്താ സാർ ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ അത് ചെയ്തു. അതാണ് എൻ്റെ സത്യത്തിലുള്ള സിനിമയിലെ ആദ്യത്തെ രംഗപ്രവേശം എന്ന് പറയുന്നത്. പിന്നെ ഒരു ഗ്യാപ്പ് വന്ന സമയത്താണ് ഞാൻ ഫേസ്ബുക്കിൽ ഈ പപ്പായ ഫിലിംസിൻ്റെ പപ്പായയുടെ ഒരു ഇതാണ് ആഡ് വന്നു, ഇങ്ങനെ മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയ്ക്ക് ആളെ ആവശ്യമുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഓഡിഷന് പോയി. അങ്ങനെ കിട്ടിയതാണ് അനുശ്രീയുടെ അമ്മയുടെ റോള്. അത് ആരും മറക്കൂല. അതെ. അതിനുശേഷം പിന്നെ അനുരാഗ കരിക്കിൻ വെള്ളം, പുള്ളിക്കാരൻ, സ്റ്റാറ, അങ്ങനെ കുറച്ച് പടങ്ങൾ, പിന്നെ തുടർച്ചയായിട്ട് പടങ്ങൾ കിട്ടിയിരുന്നു. മഹേഷിൻ്റെ പ്രതികാരത്തിൽ അഭിനയിക്കാൻ ഓഡിഷന് കിട്ടിയിട്ട് ചെല്ലുമ്പോൾ ഞാൻ കുറച്ച് ടെൻസ്ഡായിരുന്നു. കാരണം അത് എന്നെ ഒഫീഷ്യലി അഭിനയിക്കാനായിട്ട് വിളിച്ചാണല്ലോ. അപ്പോൾ പേടിയായി. പുതിയ ടീം. അതെ, ഒരു പുതിയ ടീം. ദിലീഷ് പോത്തൻ ഡയറക്ടർ, ശ്യാംപുഷ്കർ സ്ക്രിപ്റ്റ്, അനുശ്രീയുടെ അമ്മ. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു ഭാരമുള്ള ജോലിയായിട്ട് ഫീൽ ചെയ്തു ആദ്യം. അപ്പം എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയും ഭയവും ഒക്കെ ഉള്ളിലുണ്ടായിരുന്നു ചെല്ലുമ്പോൾ. പക്ഷേ ഭയങ്കര സ്മൂത്തായിട്ട് പറഞ്ഞു തന്നു കാര്യങ്ങൾ ദിലീഷ് പോത്തൻ സാറ്. അങ്ങനെ ആദ്യത്തെ സീൻ തന്നെ സണ്ണിപ്പാപ്പൻ മരിച്ചു കിടക്കുമ്പോൾ അനുശ്രീ ഓട്ടോറിക്ഷയിൽ വന്ന് കിടക്കുന്നു. അപ്പോൾ സണ്ണിപ്പാപ്പൻ പോയിടി എന്ന് പറഞ്ഞ് കരഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് കരയണം. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സീൻ. പക്ഷേ ആ സമയത്ത് ദൈവസഹായം കൊണ്ടും അവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ കൊണ്ടും അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. സംവിധാനം ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. ഭയങ്കര എന്താ പറയുക, ടെൻഷൻ ഉള്ള കാര്യമാണ് സംവിധാനം എന്ന് പറയുന്നത്. പിന്നെ നല്ല ക്ഷമ വേണം. ഒരുപാട് അത്രയൊക്കെ ക്ഷമയും ഇതൊക്കെ എനിക്കുണ്ടോയെന്ന് എനിക്കിപ്പോൾ സംശയം. അഭിനയിക്കാൻ വന്നപ്പോഴാണ് എനിക്ക് ഇത് ഭയങ്കര ഈസിയാണല്ലോ, ഇതാണല്ലോ സുഖം. പിന്നെ നമ്മൾ ആഗ്രഹിച്ചിരുന്നതും അഭിനയമായിരുന്നല്ലോ. അപ്പം ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ സാർ എന്നെ ഇടയ്ക്ക് കാണുമ്പോൾ ചോദിക്കും, നീ എന്താ സംവിധാനം വിട്ടോ, ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഉള്ളിലൊരു കുറ്റബോധം തോന്നും. ഇത്രയും പടങ്ങൾ സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ട് ഞാനൊരു പടം അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമെങ്കിലും ചെയ്യേണ്ടതെന്നൊക്കെ ഇടയ്ക്ക് തോന്നാറുണ്ട്. പക്ഷേ ഭയങ്കര മടിച്ചാണ് ഞാൻ. അപ്പോൾ എൻ്റെ മടി എന്നെ പിന്നിലോട്ട് പിടിച്ചു വലിക്കും. ചേച്ചി ഇപ്പോൾ അഭിനയിക്കാനാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ആദ്യമായിട്ട് സിനിമയ്ക്ക്, അതായത് ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് ഉണ്ടായൊരു ഇമോഷൻ? ഞാൻ ആദ്യമായിട്ട് ചെയ്തത് 6 സുന്ദരികളുടെ കഥയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഞാൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ഒരാൾക്ക് പകരം ഞാനൊരു ജോലി ചെയ്യണമെന്നുള്ള ഒരു മൂഡിലാണ് അത് ഞാൻ ചെയ്തത്. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി ഇത് കൊള്ളാലോ, ഇതിൽ ടെൻഷനൊന്നും ഇല്ലല്ലോ, പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ഡയലോഗ് തരുന്നത് പഠിക്കുക, പറയുക. എത്ര പടങ്ങളാണ് ചേച്ചി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത്? 10ഓളം പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും. 3 ഡയറക്ടേഴ്സ്. ജയരസാറിൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ. പിന്നെ പുറത്തുനിന്ന് ഹരം, പിന്നെ ബാറോസിൽ വർക്ക് ചെയ്തു കേട്ടോ, അത് ഞാൻ മറന്നുപോയി. ബാറോസ് എന്ന് പറഞ്ഞ പടത്തിൽ ഇത് തന്നെ ഒരു നായികയായിട്ട് അഭിനയിച്ച കുട്ടിക്ക് മലയാളം ഡയലോഗ്സ് പഠിപ്പിച്ചു കൊടുക്കുന്ന ജോലിയായിരുന്നു. എന്നാലും അതൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ പണിയാണ്. അതുകൊണ്ട് ശ്രീ മോഹൻലാലിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. കാരണം അദ്ദേഹമാണ് ആ പടം സംവിധാനം ചെയ്തത്. ഇത്രയും അതായത് ചേച്ചി ഒരുപാട് വർഷമായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യും, സിനിമ കാണുന്ന ആളാണല്ലോ. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏത്? സിനിമ ഡാനി, മമ്മൂട്ടി അഭിനയിച്ച ഡാനി എന്ന് പറഞ്ഞ പടമാണ്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഗുരുനാഥനായിട്ട് ജയരാജ് സാറാന്ന് പറഞ്ഞു. അപ്പോൾ അഭിനയത്തിലെ ഗുരു ആരാണ്? അഭിനയത്തിലെ ഗുരു എന്ന് പറയാൻ ശരിക്കും ജയപ്രകാശ് കുളൂർ. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ അഭിനയം പഠിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഓൺലൈൻ ക്ലാസ് ആയിരുന്നു, കോവിഡ് സമയത്തായിരുന്നു. അപ്പോൾ പലപ്പോഴും അഭിനയിക്കുമ്പോൾ എനിക്ക് ഒരു പെർഫെക്ഷൻ ഇല്ലായ്മ തോന്നും എനിക്ക് സ്വയം. എല്ലാവരും പറയും ഞാൻ നാച്ചുറലായിട്ടാണ് അഭിനയിക്കുന്നത്, നന്നായി ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് എവിടെയോ എന്തൊക്കെയോ മിസ്സിങ് ഫീൽ ചെയ്യാറുണ്ട്. ചില കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് സംശയം തോന്നാറുണ്ട്. അത് ഞാനൊരിക്കൽ എൻ്റെ ഒരു സുഹൃത്തിനോട് പങ്കുവെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശ്രീ ജയപ്രകാശ് കുളൂരിനെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞ് നമ്പർ തന്നു. അങ്ങനെ ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്തു. സാറിൻ്റെ ഒരു ഓൺലൈൻ കോഴ്സ് ഒരു 3 മാസത്തെ ഞാൻ അറ്റൻഡ് ചെയ്തു. അതിൽ നിന്ന് ഞാൻ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എൻ്റെ അഭിനയത്തിൻ്റെ ഗുരുനാഥൻ ശ്രീ ജയപ്രകാശ് കുളൂരാണ്. കുറേ എൻ്റെ സംശയങ്ങൾ മാറ്റി തന്നു. എനിക്ക് കുറേ കോൺഫിഡൻസ് അതിന് ശേഷം കിട്ടി. അതിന് ശേഷം ചെയ്തിട്ടുള്ള സിനിമകളിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഉപകാരം ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത്, ചേച്ചിക്ക് ഇനി ഒരു സിനിമ ചെയ്യാൻ, അതായത് സിനിമയിൽ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ആക്ടർ ആരാണ്? അഭിനയിക്കുമ്പോൾ, അതായത് ഇതുവരെയും അഭിനയിച്ചിട്ടില്ലാത്ത
ഒരാളുണ്ടാവുമല്ലോ. ഉവ്വ്. അപ്പോൾ ഇനിയൊരു പടത്തിൽ അവരുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ആക്ടർ? വേറെ കൂടെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ആ ക്വസ്റ്റ്യൻ? ഇല്ല, മോഹൻലാൽ. ഓക്കെ. കാരണം ഞാൻ സാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും ലാൽ സാറിൻ്റെ കൂടെ അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പൊ കൂടുതലായിട്ട് ചേച്ചി അമ്മ വേഷങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് ഒരുപാട് വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് വേഷം ചെയ്യാനാണ്? ഞാൻ അമ്മ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഞാനൊരു പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്, ASI ആയിട്ട്. ബർമുഡ എന്ന് പറഞ്ഞൊരു പടമാണ്. ആ പടം പക്ഷേ റിലീസായിട്ടില്ല. TK രാജകുമാർ സാറിൻ്റെ. അതിൽ ഞാൻ പോലീസ് യൂണിഫോമിലാണ്, ASI ആയിട്ടാണ്. അപ്പം ഞാൻ ഇതുവരെ 87ഓളം ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഏറ്റവും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതും ബർമുഡയ്ക്ക് വേണ്ടിയിട്ടാണ്. ബർമുഡ റിലീസായിട്ടില്ല. ചേച്ചി ആരുടെ ഫാനാണ് മലയാള സിനിമയിൽ? മമ്മൂക്ക. ഇനി അടുത്ത ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫഹദ് ഫാസിൽ നിന്നും എന്തെങ്കിലും ഒരു സാധനം അഡാപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേച്ചി എന്തായിരിക്കും ചെയ്യുക? ഫഹദ് എനിക്ക് വളരെ പ്രിയപ്പെട്ട നടനാണ് ഫഹദ്. ഫഹദ് വളരെ ഈസി ആയിട്ടാണ് അഭിനയിക്കുന്നത്. അങ്ങനെ കൂളായിട്ട് അഭിനയിക്കാൻ പറ്റിയെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. എനിക്ക് ഈ പറഞ്ഞ മാതിരി ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഫഹദ് കണ്ണ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. എല്ലാ ഭാവങ്ങളും കണ്ണിൽ കൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു നടനാണ്. സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതും ഫിസിബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആശയത്തിൽ അത് കൺവേ ചെയ്യുന്ന ആശയത്തിലാണെങ്കിലും അതിൻ്റെ ഡയലോഗുകളിലാണെങ്കിലും ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി അന്നും ഇന്നും കമ്പയർ ചെയ്യുമ്പോൾ ചേച്ചിക്ക് ഏതാണ് കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയിരിക്കുന്നത്? അത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ പുതിയ ടെക്നോളജി തന്നെയാണ്. പണ്ട് പക്ഷേ അന്നത്തെ കാലത്ത് ഈ മോണിറ്ററോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലാത്തൊരു കാലത്ത് മൊബൈൽ ഫോണില്ല. കണ്ടിന്യൂറ്റി ഒക്കെ ഇപ്പോൾ മൊബൈൽ ഫോണിലാണ് എടുത്തു വയ്ക്കാറ്. പക്ഷെ അന്ന് ഇതൊന്നുമില്ല. നമ്മൾ നോട്ട്ബുക്കിൽ എഴുതണം എല്ലാം. ഇട്ടേക്കുന്ന ഡ്രസ്സ് ചിലപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കഷ്ണം മുറിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കും ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, കഷ്ടപ്പാട് കൂടുതലായിരുന്നു അന്നത്തെ കാലത്ത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അതെല്ലാം ഈസിയാണ്. വെറുതെ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ ഈവൻ ഒരു സിനിമ വരെ മൊബൈലിലെടുക്കാം. അപ്പോൾ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിനൊക്കെ ഭയങ്കര ഈസിയായി. പുതിയ ടെക്നോളജി വന്നപ്പോൾ അവർ ഭയങ്കരമായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്, നല്ല കാര്യമാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ പഴയതും അറിയാൻ പറ്റി, പുതിയതും അറിയാൻ പറ്റി. അപ്പോൾ അത് ഞാൻ നല്ലൊരു മാറ്റമായിട്ട് കാണുന്നു. ഓക്കെ. അപ്പോൾ ചേച്ചീനെ ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര നല്ല സന്തോഷമുണ്ട്. നമസ്കാരം. ലിൻഡുവിൻ്റെ കൂടെ ഇരിക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം. ABC മലയാളത്തിന് എല്ലാ ആശംസകളും. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.